അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒടുവിൽ പഠിച്ച ആയത്തുകളിൽ ലൂത്ത് നബിയുടെ ജനതയ്ക്ക് ശിക്ഷ വരാനിരിക്കുന്നു എന്ന സൂചനയുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ജനതയുടെ ദുഷ്ടത കാരണം അങ്ങേയറ്റം പൊറുതിമുട്ടി എങ്ങനെയാണ് ഇവരിൽ നിന്ന് രക്ഷ കിട്ടുക എന്ന് വിലപിക്കുന്ന അവസ്ഥ വരെ എത്തിയെന്ന് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചല്ലോ. ഇത്രയുമായപ്പോൾ വീട്ടിലെത്തിയ അതിഥികൾ തങ്ങൾ മനുഷ്യരല്ലെന്നും മലക്കുകളാണെന്നും ലൂത്ത് നബിയെ അറിയിച്ചു. താങ്കളുടെ ജനതയെ ശിക്ഷിക്കാൻ അള്ളാഹു നിയോഗിച്ചതാണ് ഞങ്ങളെ. അടുത്ത പ്രഭാതത്തിൽ ഈ ജനത ശിക്ഷയിലൂടെ നശിപ്പിക്കപ്പെടുമെന്നും അതിനു മുമ്പ് താങ്കളും കുടുംബവും രക്ഷപ്പെടണമെന്നും എന്നാൽ താങ്കളുടെ ഭാര്യ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമെന്നും മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു. ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 81-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക ലൻ യസിലൂ ഇലൈക فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. قالوا അവർ പറഞ്ഞു, മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു, യാ ലൂത്തേ ഇന്നാ റുസുലു റബ്ബിക, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്, മലക്കുകളാണ്. ലൈ യസിലു ഇലൈക, നിന്നിലേക്ക് താങ്കളിലേക്ക് അവർ എത്തുകയില്ല. മ്ലേച്ഛവൃത്തി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ഈ ജനം താങ്കളുടെ വീട്ടിലേക്ക് തള്ളിക്കയറി വരുമെന്നാണല്ലോ താങ്കൾ പേടിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ അവരിൽ നിന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ട് താങ്കൾ ഞങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ പാടുപെടുന്നത്. താങ്കൾ ഭയക്കേണ്ടതില്ല, ഞങ്ങൾ മലക്കുകളാണ്, താങ്കൾ വിചാരിച്ച പോലെ മനുഷ്യരല്ല, ഞങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ താങ്കളുടെ കാര്യം, താങ്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തന്നെ മതി. അതുകൊണ്ട് അവർ ഞങ്ങളെ ഉപദ്രവിക്കാനോ താങ്കൾക്ക് അപമാനം വരുത്താനോ താങ്കളുടെ അടുത്തെത്തുകയില്ല. ഞങ്ങൾ അവരെ നശിപ്പിക്കാൻ പോവുകയാണ്. ഫഅസ്രി ബി അഹ്ലിക, അതുകൊണ്ട് താങ്കൾ താങ്കളുടെ കുടുംബവുമായി രാത്രിയിൽ പോവുക. അസ്ര എന്നാൽ രാത്രിയിൽ സഞ്ചരിച്ചു എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് വരെ പോയി വന്നത് ഇസ്രാ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമയോട് ആ രാത്രിയിൽ തന്നെ കുടുംബത്തോടൊപ്പം വേഗത്തിൽ രക്ഷപ്പെടാൻ പറയുകയാണ്. ഇതിനു മുമ്പ് പറഞ്ഞ പ്രവാചകന്മാരോട് അവരുടെ ജനതയെ ശിക്ഷിക്കുന്ന സമയത്ത് സത്യവിശ്വാസികളെയും കൂട്ടി, അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും കൂട്ടി ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ലൂത്ത് നബിയോട് പറഞ്ഞത് താങ്കളുടെ കുടുംബത്തെയും കൂട്ടി രക്ഷപ്പെടുക എന്നാണ്. അതിൽ നിന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ലൂത്ത് നബിയുടെ വീട്ടിലെ അംഗങ്ങൾ, ഭാര്യ ഒഴികെയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നത് എന്നാണ്. ബിഖിത്ഇൻ മിനൽ ലൈലി, രാത്രിയുടെ ഒരു കഷ്ണം കൊണ്ട്, നേരം പുലരും മുമ്പ് രാത്രിയിൽ ബാക്കിയായ സമയം കൊണ്ട് നിങ്ങൾ പോയി രക്ഷപ്പെടുക എന്നാണ് പറയുന്നത്. ഇനി രാത്രിയിൽ എത്ര സമയമാണ് ബാക്കിയുള്ളത്, ആ സമയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക. കാരണം പ്രഭാതത്തിൽ അവർക്ക് ശിക്ഷ വരാൻ പോവുകയാണ്. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കരുത്, പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. അതിവേഗത്തിൽ രാത്രിയിൽ രക്ഷപ്പെടുക, ആരും പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. ഈ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള ഒരു വ്യവസ്ഥയായിക്കൊണ്ട് പറഞ്ഞതാവാം. അതായത് തിരിഞ്ഞു നോക്കുന്നവരെ ശിക്ഷ പിടികൂടും, അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയാൽ ശിക്ഷ വരുന്നതിൻ്റെ ഭീകരാവസ്ഥകൾ കണ്ട് ഭയചകിതരായി പോകും എന്നുള്ളത് കൊണ്ടുമാകാം. എന്തായാലും ഇല്ലംറഅതക, നിന്റെ പെണ്ണൊഴികെ, നിന്റെ ഭാര്യയൊഴികെ നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിന്റെ ഭാര്യയെ നിങ്ങളോടൊപ്പം കൂട്ടരുത് എന്ന അർത്ഥത്തിലാവാം ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ പോവുമ്പോൾ നിന്റെ ഭാര്യയൊഴികെ നിങ്ങളിലാരും തിരിഞ്ഞു നോക്കരുത് എന്ന അർത്ഥത്തിലുമാകാം. കാരണം ഇന്നഹു മുസീബുഹാ മാ അസ്വാബഹു, കാരണം അവരെ പിടികൂടുന്നത്, ഈ സമൂഹത്തെ പിടികൂടുന്നത് അവളെയും പിടികൂടുന്നതാണ്. അതായത് അവളും അവരോടൊപ്പം ശിക്ഷിക്കപ്പെടാനുള്ളവളാണ്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, അവരുടെ അവധി പ്രഭാതമാണ്. അടുത്ത പ്രഭാതത്തിൽ ഈ സമൂഹം ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന മൗഇദഹും, തീർച്ചയായും അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവധി അസ്സുബ്ഹു, പ്രഭാതമാകുന്നു. അലൈസ സുബ്ഹു ബി ഖരീബ്, പ്രഭാതം അടുത്തു തന്നെയല്ലയോ, നേരം പുലരാൻ ഇനി അധികം സമയമില്ലല്ലോ. ശത്രുവിനെ നശിപ്പിച്ച് വിജയവും സമാധാനവും ഉണ്ടാവുന്ന ഒരു പ്രഭാതം
പുലരാനിനി അധിക സമയം ബാക്കിയില്ലല്ലോ എന്നാണ് പറയുന്നത്. താങ്കളുടെ ദുരിതവും പ്രയാസവും ഒക്കെ അവസാനിക്കുന്ന ഒരു പുതിയ പ്രഭാതം ഇതാ അടുത്തു വന്നിരിക്കുന്നു എന്ന് ലൂത്ത് നബിയോട് പറയുകയാണ്. ഒരു നല്ല നാളെ അധികം വിദൂരമല്ല എന്ന് പറയാൻ ഖുർആനിലെ ഈ പ്രയോഗം സാധാരണ പറയാറുണ്ട്. ഇനി അടുത്ത 2 ആയത്തുകളിൽ ആ സമൂഹത്തിന് ശിക്ഷ വന്ന കാര്യം കൂടി പറയുന്നതോടുകൂടി അവരെക്കുറിച്ചുള്ള ചരിത്ര വിവരണം അവസാനിക്കുകയാണ്. ആ 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.